നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് ബോട്ടം കിട്ടിയത് 2 ഓഫ് വാൻഡ്സ് ആണ്. ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, Three of Wands, Wheel of Fortune. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ ജഡ്ജ്മെൻ്റ് എന്ന കാർഡ് വളരെ ശക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. സത്യം തിരിച്ചറിയുന്ന നിമിഷം എന്നതിന് ഏറ്റവും അനുയോജ്യമായ കാർഡാണിത്. ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മാറി യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ബോധോദയം ഉണ്ടാകുന്ന നിമിഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭൂതകാലത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് പഴയ കാര്യങ്ങളെയെല്ലാം പിന്നിലുപേക്ഷിച്ച് ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് ഉയരാനുള്ള സമയമായി എന്ന് ഈ കാർഡ് വ്യക്തമാക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദം കേട്ട് ശരിയായ തീരുമാനമെടുക്കാൻ ഈ കാർഡ് ആവശ്യപ്പെടുന്നു. പഴയ കഷ്ടപ്പാടുകൾക്കോ കാത്തിരിപ്പുകൾക്കോ ഉള്ള ഫലം ലഭിക്കുകയും പുതിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെക്കുകയും ചെയ്യുന്ന ഘട്ടമാണിത്. വ്യക്തമായ ചിന്തയിലൂടെയും മനക്കരുത്തിലൂടെയും സത്യം മനസ്സിലാക്കി ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഉയരാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഉണർവിനെയാണ് ജഡ്ജ്മെൻ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ റീഡിങ്ങിലെ സന്ദർഭത്തിൽ കിങ് ഓഫ് സോർഡ്സ് നൽകുന്ന പ്രധാന സന്ദേശം വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ യുക്തിസഹമായി വിശകലനം ചെയ്ത് സത്യം എന്തെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു. മനസ്സിൻ്റെ ആശയക്കുഴപ്പങ്ങൾ മാറ്റി കൃത്യമായ കാഴ്ചപ്പാട് ലഭിക്കുന്ന നിമിഷമാണിത്. ജീവിതത്തിൽ കാത്തിരുന്ന മാറ്റം വരുത്താനായി ദൃഢവും നീതിപൂർവവുമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. ഭയമില്ലാതെ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാനും ശരിയായ നിലപാട് സ്വീകരിക്കാനും ഈ കാർഡ് ആവശ്യപ്പെടുന്നു. മറഞ്ഞിരുന്ന സത്യങ്ങൾ പുറത്തു വരുന്നതിനെയും യാഥാർത്ഥ്യം തികച്ചും വ്യക്തമായി മുന്നിൽ തെളിയുന്നതിനെയും ഈ കാർഡ് ശക്തമായി പിന്തുണയ്ക്കുന്നു. ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങളോ ചിന്തകളോ മാറ്റിവെച്ച് സ്വന്തം ലക്ഷ്യത്തിലും സത്യത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ആത്മശക്തി ഈ കാർഡ് നൽകുന്നു. സത്യം തിരിച്ചറിയുന്ന നിമിഷം എന്നതിന് ശക്തി നൽകുന്നത് ഈ കാർഡാണ്. വികാരങ്ങൾക്കപ്പുറം യുക്തിയും സത്യവും ഉപയോഗിച്ച് ജീവിതത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുന്ന ദൃഢനിശ്ചയമാണ്. ഈ റീഡിങ്ങിൽ ക്യൂൻ ഓഫ് സോർഡ്സ് നൽകുന്ന സന്ദേശങ്ങൾ ഇവയാണ്. സത്യം എന്തൊക്കെയാണെന്ന് സ്വന്തമായി കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവാണ് ഈ കാർഡ് നൽകുന്നത്. മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിലോ വൈകാരികമായ വാക്കുകളിലോ വീണു പോവാതെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിവുകളിൽ നിന്നും കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന അവസ്ഥയാണിത്. ജീവിതത്തിൽ നിങ്ങളെ തളർത്തുന്നതോ സങ്കടപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങളോട് ഇനിയില്ല എന്ന് വ്യക്തമായി പറയാൻ ഈ കാർഡ് പ്രേരിപ്പിക്കുന്നു. വൈകാരികമായി തളരാതെ സത്യത്തിനും സ്വയം ബഹുമാനത്തിനും മുൻഗണന നൽകുന്ന നിമിഷമാണിത്. മറച്ചു വെക്കാതെയും കാര്യങ്ങൾ വളച്ചൊടിക്കാതെയും നേരെ ചൊവ്വേ സംസാരിക്കാനും തൻ്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഈ കാർഡ് ഉറപ്പു നൽകുന്നു. മുമ്പ് അനുഭവിച്ച നിമിഷങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നേടിയെടുത്ത ബുദ്ധിയും പ്രാപ്തിയുമാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെ കൂടുതൽ ശക്തരായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു. ഈ റീഡിങ്ങിൽ കിങ് ഓഫ് സോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോർഡ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. അത് വളരെ അപൂർവവും ശക്തവുമായൊരു എനർജിയാണ്. പൂർണ്ണമായ മാനസിക തെളിമയും
യാതൊരു സംശയവുമില്ലാതെ സത്യം തിരിച്ചറിയാൻ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് മുന്നോടിയായി എടുക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ റീഡിങ്ങിൽ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. കാത്തിരുന്ന മാറ്റം എത്തുന്ന എന്ന വരിക്ക് ഏറ്റവും യോജിക്കുന്ന കാർഡ് ഇതാണ്. ജീവിതത്തിലെ ഒരു പഴയ അധ്യായം പൂർത്തിയായി പുതിയൊരു ഘട്ടം ആരംഭിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഈ മാറ്റം തടയാനാവാത്തതും നിങ്ങളുടെ നന്മയ്ക്കായി സംഭവിക്കുന്നതുമാണ്. ഇതുവരെ നേരിട്ട തടസ്സങ്ങളും നിശ്ചലാവസ്ഥയും മാറി കാര്യങ്ങൾ അനുകൂലമായി തിരിയാൻ പോകുന്നു. കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നിയാലും പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. നിങ്ങൾ മുൻപ് ചെയ്ത നല്ല കാര്യങ്ങൾക്കും കാത്തിരിപ്പുകൾക്കുമുള്ള നല്ല ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണിത്. ജഡ്ജ്മെൻറ്റ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഒന്നിച്ചു വരുമ്പോൾ ഒരു വലിയ ആത്മീയ ഉണർവിനും സത്യം തിരിച്ചറിയലിനും തൊട്ടു പിന്നാലെ ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് തിരിവുണ്ടാകുന്നു. നിങ്ങൾ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്ത് കാത്തിരുന്ന ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ജീവിതചക്രം അനുകൂലമായി തിരിയുകയാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ വരുന്ന പുതിയ അവസരങ്ങളെയും തിരിവുകളെയും സ്വീകരിക്കാനുള്ള സമയമാണിത്. ഈ റീഡിങ്ങിൽ 3 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇത് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ കാത്തിരിപ്പിൻ്റെ ഫലം ഒടുവിലെത്തുന്നു എന്നാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് മുൻപ് നിങ്ങളെടുത്ത പരിശ്രമങ്ങൾക്കും ആസൂത്രണങ്ങൾക്കുമുള്ള ഫലങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും ലക്ഷ്യങ്ങളും വിശാലമാകുന്നു. തടസ്സങ്ങൾ മാറി മുന്നോട്ടുള്ള വഴികൾ തുറക്കുന്നതും പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നതും ഇതിൻ്റെ സൂചനയാണ്. ജീവിതം ഇനി ഒരേ നിലയിൽ നിൽക്കില്ല. കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. ദൂരക്കാഴ്ചയോടെയുള്ള പ്ലാനുകൾ വിജയം കാണുന്ന സമയമാണിത്. നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നില്ല. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായ ദിശയിൽ ഫലം തന്നു തുടങ്ങുന്നതും നിങ്ങളുടെ ലോകം കൂടുതൽ വിശാലമാകുന്നതുമാണ് 3 ഓഫ് വാൺസ് വ്യക്തമാക്കുന്നത്. ഈ റീഡിങ്ങിൽ 2 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ വരാൻ പോകുന്ന അടുത്ത ഘട്ടത്തെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇനി എങ്ങോട്ട്, എങ്ങനെ മുൻപോട്ട് പോകണം എന്ന ദീർഘവീക്ഷണത്തോടെ പ്ലാൻ ചെയ്യുന്നതിനെ ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് ക്ഷമയോടെ കാത്തിരുന്ന ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതും നിങ്ങളുടെ ഭാവി കൂടുതൽ വിശാലമാക്കാൻ നിങ്ങൾ നടത്തുന്ന ചിന്തകളും പദ്ധതികളുമാണ് 2 ഓഫ് വാൺസ് സൂചിപ്പിക്കുന്നത്. ഈ റീഡിങ്ങിൽ ഏസ് ഓഫ് കപ്സ് നൽകുന്ന സന്ദേശങ്ങൾ ഇവയാണ്. കാത്തിരുന്ന മാറ്റം എത്തുന്നു എന്നതിന് ഏറ്റവും മനോഹരമായ പൂർണ്ണത നൽകുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. പുതിയ സ്നേഹം, സന്തോഷം, ആത്മീയമായ സമാധാനം അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു വൈകാരികമായ ഒരു വലിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. മനസ്സിലെ വിഷമങ്ങളും ഭാരങ്ങളും മാറി സന്തോഷവും തൃപ്തിയും കൊണ്ട് ഹൃദയം നിറയുന്ന അവസ്ഥയാണിത്. പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി പുതിയൊരു സന്തോഷ വാർത്തയോ അനുഭവങ്ങളോ നിങ്ങളിലേക്ക് എത്തുന്നു. പഴയ മുറിവുകളെല്ലാം ഉണങ്ങി ഉള്ളിലെ സ്നേഹം പുറത്തേക്കൊഴുകുന്ന സമയമാണിത്. നല്ല ബന്ധങ്ങൾ ഉടലെടുക്കാനും ഉള്ള ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതാകാനും ഈ കാർഡ് വഴി തുറക്കുന്നു. സ്വന്തം മനസ്സുമായും അന്തരാത്മാവുമായും കൂടുതൽ അടുക്കാനും മനസ്സിന് വലിയൊരു ശാന്തി അനുഭവപ്പെടാനും ഈ സമയം സഹായിക്കും. ബുദ്ധി ഉപയോഗിച്ചെടുത്ത ദൃഢമായ തീരുമാനങ്ങൾക്ക് ശേഷം മനസ്സിന് വലിയൊരു സമാധാനവും വൈകാരികമായ ആശ്വാസവും ലഭിക്കും. മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറി വലിയൊരു ആശ്വാസവും സന്തോഷവും പുതിയൊരു നല്ല തുടക്കവും ജീവിതത്തിലേക്ക് കടന്നു വരും. സത്യങ്ങൾ മനസ്സിലാക്കി പഴയതെല്ലാം പിന്നിലുപേക്ഷിച്ച് നിങ്ങൾ കാത്തിരുന്ന പോസിറ്റീവായ മാറ്റങ്ങളിലേക്ക് ജീവിതം തിരിയുകയും പുതിയൊരു സന്തോഷകരമായ അധ്യായം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.